ആർവി വാനിൽ സ്പ്രേ പെയിന്റ് ചെയ്തുകൊണ്ടിരുന്ന കുട്ടികളെ ഓടിച്ചു വിട്ടിട്ട് അയാൾ വാനിന്റെ ഡോറിൽ നോക്കിയപ്പോൾ അവിടെ ചളങ്ങിയിരിക്കുന്നു. അയാൾ എന്തോ സംശയത്തോടെ വാതിൽ പതുക്കെ തുറന്ന് അകത്ത് നോക്കിയപ്പോൾ അവിടെ ഒരാൾ കണ്ണ് തുറന്ന് മരിച്ചിരിക്കുകയായിരുന്നു. അയാളുടെ നെഞ്ചിൽ വെടികൊണ്ട് പാടുണ്ടായിരുന്നു. മുമ്പിൽ മേശപ്പുറത്ത് രക്തം തെറിച്ചിട്ടുണ്ട്. പിന്നീട് ഒരാഴ്ചയ്ക്ക് ശേഷം മോർഗൻ ഏവയും കൂട്ടി LAPD ഓഫീസിലേക്ക് എത്തുന്നു. മോർഗൻ ഓഫാണെന്ന്. അപ്പോൾ ഏവയെ അമ്മയുടെ ഓഫീസൊക്കെ ഒന്ന് കാണിക്കാൻ വന്നാണ്. മോർഗൻ ഡാഫ്നിയെയും കാരഡക്കിനെയും ഏവയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. കാരഡക്ക് ഏവയെ പരിചയപ്പെട്ടതിന് ശേഷം ഒരു കേസ് അന്വേഷിക്കാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു. പിന്നീട് ഏവ വാഷ്റൂമിലേക്കും പോകുന്നു. അപ്പോൾ ലെഫ്റ്റനന്റ് മെലൻ ലിഫ്റ്റിലേക്ക് വന്ന് കയറുന്നത് കാണിക്കുന്നു. പുറകെ ഒരു പെൺകുട്ടിയും. അവൾ മെലനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവന്റെ അരയിലുണ്ടായിരുന്ന തോക്കിലേക്ക്. എന്നിട്ട് അവൾ അവളുടെ മുടി കെട്ടിവെക്കുന്നു. അവളെ കണ്ട് എന്തോ പന്തികേട് തോന്നുന്നുണ്ട്. പെട്ടെന്ന് അവൾ മെലന്റെ തോക്ക് ഉറയിൽ നിന്നും തട്ടിയെടുക്കുന്നു. എന്നിട്ട് ആ തോക്കിമുനയിൽ മെലനെ നിർത്തി ഓഫീസിന്റെ അകത്തേക്ക് വരുന്നു. അതുകൊണ്ട് ഡാഫ്നി തോക്കെടുക്കാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ ഒരു ചെറിയ റിമോട്ട് പൊക്കി കാണിക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സ് കാണിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ബോംബാണ്. അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ ബിൽഡിംഗിന്റെ പല സ്ഥലത്ത് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും അബദ്ധമൊന്നും കാണിക്കരുതെന്ന് പറയുന്നു. എല്ലാവരും പേടിച്ച് ഞെട്ടി നിൽക്കുകയാണ്. മോർഗൻ പെട്ടെന്ന് മൊബൈൽ എടുത്ത് വാഷ്റൂമിലേക്ക് പോയ ഏവയ്ക്ക് ഒരു മെസ്സേജ് അയക്കുന്നു. പെട്ടെന്ന് ബിൽഡിംഗിന്റെ പുറത്തേക്ക് വെക്കൂ, അമ്മ ഓക്കെയാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാണ് ആ പെൺകുട്ടി പോലീസ് സ്റ്റേഷൻ കീഴടക്കിയിരിക്കുന്നത്? ആരാണ് ആദ്യം ആ വാനിലുണ്ടായിരുന്ന ആളെ കൊന്നത്? ഇതെല്ലാം അറിയാൻ ഈ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ 7ാമത്തെ എപ്പിസോഡിന്റെ മുഴുവൻ കഥ നമ്മുടെ ചാനലിലുണ്ട്. കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ.